വെൽക്കം ബാക്ക് ടു അവർ ഹെന്ന ഡിസൈനിങ് ക്ലാസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗ്രിഡ്സ് ആണ്. ഗ്രിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മൾ റോസും കോളേഴ്സും ഒക്കെ ആക്കി വരക്കുന്ന കള്ളികളാണ്. അങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് ഞാൻ ആദ്യം വരച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയെന്നേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന തോന്നുന്നു. നമ്മൾ ആദ്യം നേരെയും കുത്തനെയും അങ്ങനെ വരച്ചാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഗ്രിഡ് കിട്ടും. ഇനി സെക്കൻഡ് നോക്കുന്നത് നമ്മൾ ഇതേപോലെ തന്നെ ഗ്രിഡ് വരയ്ക്കുന്നു, കുറച്ച് ഗ്യാപ്പ് ഇട്ട് വരയ്ക്കുന്നു എന്നേ ഉള്ളൂ. ബേസിക്കലി വരയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത് കള്ളി വരാനാണ് നോക്കേണ്ടത്. ഇതിൽ കുറച്ച് വിട്ടിട്ടാണ് നമ്മൾ കള്ളി വരച്ചതുള്ളത്. എന്നിട്ട് ഈ കള്ളീൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഓരോ അറ്റത്ത് ഡോട്ട് ഇട്ട് കൊടുത്താൽ അതൊരു ഡിസൈൻ ആകും. ഇനി ഡോട്ടിന് പകരം ഇതുപോലെ ടിയർ ഡ്രോപ്പ് ഇട്ടാൽ അത് അടുത്ത മോഡലാകും. ഇനി ടിയർ ഡ്രോപ്പിന് പകരം നമ്മൾ പഠിച്ചിട്ടുള്ള വൈൻ ഇട്ട് കൊടുക്കുമ്പോൾ അത് നെക്സ്റ്റ് മോഡലാകും. ഇതുപോലെ നമ്മൾ എന്താണോ ഇട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് ആ ഗ്രിഡിൻ്റെ ഡിസൈൻ മാറും. അപ്പോൾ ഓരോന്നിടുന്നതിനനുസരിച്ചും വേറെ വേറെ ഭംഗിയാണ് ഉണ്ടാകുക. ഡോട്ട് ഇടുമ്പോൾ അതൊരു ഭംഗിയാണ്, ടിയർ ഡ്രോപ്പ് ഇടുമ്പോൾ വേറെ ഭംഗി, വൈൻ വരയ്ക്കുമ്പോൾ വേറെ. ഇനി നമുക്ക് ഉള്ളിൽ ഡോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഒരു കോണിലാണ് ഡോട്ട് ഇട്ടത്, ഇനി നമുക്ക് ഉള്ളിൽ ഡോട്ട് കൊടുക്കാം. ഇനി വേണം നമുക്ക് ഇത് ഓരോ ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിൽ 4 മൂലക്കും ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗ്രിഡിൽ വരുന്ന ഡിസൈനാണ്. ഇങ്ങനെ കള്ളികൾ വരക്കാൻ പഠിച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പല ഡിസൈനും വരക്കാം. ഇതിൽ തന്നെ നമ്മൾ ഓരോന്ന് വരയ്ക്കുന്നതിൻ്റെയും പൊസിഷൻ മാറ്റി കൊടുത്താൽ അത് വേറെ ഡിസൈനായിട്ട് തന്നെ കിട്ടും. നമ്മൾ ആദ്യം അടിയിലെയാണ് ഡോട്ട് ഇട്ടത്, പിന്നെ മേലേക്ക് ഡോട്ട് ഇടുമ്പോൾ അത് വേറൊരു ഡിസൈനാകും. മേലേക്ക് ടിയർ ഡ്രോപ്പ് വരയ്ക്കുമ്പോൾ വേറൊരു ഡിസൈനാകും. ഇനി ടിയർ ഡ്രോപ്പ് തന്നെ 4 എണ്ണം ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കൊടുത്താൽ അത് വേറെ ഡിസൈനാകും. അങ്ങനെ പല വിധത്തിലും നമുക്ക് ഗ്രിഡ് ഡിസൈൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് വേറൊരു മോഡൽ നോക്കാം. ഇതിൽ കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നമ്മൾ ലൈൻസ് വരയ്ക്കുന്നത്. അങ്ങനെ കോളംസ് ആക്കി. ഈ കോളംസ് ആക്കിയതിന് ശേഷം നമ്മൾ ഓരോ ലൈനിൻ്റെ ഇടയിലും ഇതുപോലെ ഒരു കർവ് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാ ലൈൻസിലും കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് നിർത്തിയാൽ തന്നെ നമുക്ക് നല്ലൊരു ഗ്രിഡ് ഡിസൈനാണ് കിട്ടുന്നത്. ഇനി നമുക്കിതിന് കുറച്ചും കൂടിയും ഭംഗിയാക്കാൻ ആ ഇടയിലുള്ള ഗ്യാപ്പിൽ എല്ലായിടത്തും ഒന്ന് ഫില്ല് ചെയ്യുക. മെഹന്തി കൊണ്ട് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഭംഗിയുള്ള ഒരു ഫില്ലിങ്ങാണ് കിട്ടുന്നത്. കട്ട് വർക്ക് പോലെയൊക്കെ തോന്നുന്ന ഒരു ഫില്ലിങ് കിട്ടും. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. ഇനി നമ്മൾ ബേസിക് ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഗ്രിഡ്സ് ആണ് നോക്കിയാൽ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി ഗ്രിഡ്സ് നോക്കാം. നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രിഡ്സ് എല്ലാം നോക്കണം.